തടവുകാരൻ ഈ പൈസ കൂട്ടി കൊടുക്കുന്നതിനകത്തുനിന്ന് 50% അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിനാണ് പോകുന്നത്. 30% അവൻ ആരെയാണോ ആക്രമിച്ചത് അതിന് കോടതി പറഞ്ഞ കോമ്പൻസേഷനിലാണ് പോകുന്നത്. ഇപ്പോൾ കോമ്പൻസേഷന് പകരം കിടക്കാൻ വേണം തടവ് അവന് കിട്ടുന്നില്ല. കാര്യം ഏറ്റവും വലിയ അനുഭവിച്ചാൽ മതി. അതിനിടയ്ക്കാണ് മറ്റേ വകുപ്പുകളൊക്കെ ശിക്ഷ വരുന്നത്. അപ്പോൾ അവനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ വിക്ടിമിന് ഇപ്പോൾ കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ കുടുംബത്തിൽ 50%, വിക്ടിമിന് 30% പോയി കഴിഞ്ഞാൽ ബാക്കി 20% ഇവൻ്റെ ചിലവിനേ ഉള്ളൂ. ഇവന് ആഹാരം കിട്ടും, അവൻ്റെ ജയിലിലെ നമ്പർ പതിച്ച തുണിയും കിട്ടും, വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവന് പേസ്റ്റ് വാങ്ങിക്കണം, അവന് ഷേവിങ് കിറ്റ് വാങ്ങിക്കണം, അവന് വസ്ത്രം വാങ്ങിക്കണം, മനസ്സിലാവുന്നുണ്ടോ? അവനൊരു സമ്മാനം ആർക്കെങ്കിലും അയക്കണം. മറ്റൊരു തെറ്റിദ്ധാരണ ജയിലിലോട്ട് വന്നോടനെ രൂപ കിട്ടുമെന്നാണ്. ഇല്ല. ജയിലിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ജയിലിൽ അങ്ങോട്ട് 10,400 പേരുണ്ട്. അതിൽ ഒരു 3,500 പേര് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ്, കരുതൽ തടങ്കലാണ്. കരുതൽ തടങ്കലുള്ളവർക്ക് ജോലിയില്ല, കരുതൽ തടങ്കലുള്ളവർക്ക് ശമ്പളമില്ല. പിന്നെ ഒരു 3000-ഓളം പേര് അവർ സിമ്പിൾ ഇംപ്രസൺമെൻ്റാണ്, ലഘു തടവുകാരാണ്. അവർക്ക് ജോലി ചെയ്യേണ്ട, അവർക്ക് കൂലിയില്ല. അപ്പോൾ ഈ 10,400 പേരിൽ ഈ വർദ്ധിപ്പിച്ച 640 രൂപ കിട്ടുന്നത് 3,800 പേര് മാക്സിമം അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി അവർക്ക് കിട്ടുമ്പോൾ അവർ 31 ദിവസം ജോലി നോക്കത്തില്ല. അവർക്ക് അതിനിടയ്ക്ക് വേറൊരു കോടതി സമൻസ് വരും, അവരെ കൊണ്ടങ്ങ് പോകും. പിന്നെ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ തന്നെ അവൻ റെസ്റ്റ് ചോദിക്കും, ചില ദിവസങ്ങളിൽ അവൻ റെസ്റ്റ് പോകും. അപ്പോൾ ഒരു തൊഴിലാളിക്ക്, ഒരു തടവുകാരന് ഒരു 20 ഡേയ്സിൽ കൂടുതൽ കിട്ടത്തില്ല. അപ്പോൾ 20 ഡേയ്സിൽ അവന് ഈ രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവനൊരു 12,000 റുപ്പീസ് കിട്ടും. അതിൻ്റെ 30% 4,000 രൂപ വിക്ടിമിന് പോകും. അതിൻ്റെ 6,000 രൂപ അവൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും പോകും, അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പോകും. മനസ്സിലാവുന്നുണ്ട്? വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, ഈ പൈസ കിട്ടും. അപ്പോൾ ചിലർ ചോദിക്കുന്നു, ഇവനെ ഇട്ട് അവിടെ ഇട്ട് കുഴിയിലിട്ടാൽ പോരെ, സൗദി അറേബ്യയിൽ പോലെ കിണറ്റിലിട്ടാൽ പോരെ. സൗദി അറേബ്യ കിണറ്റിയിട്ടുണ്ട് അവനോ നാടിനോ പഞ്ചായത്തിനോ കുടുംബത്തിനോ വിക്ടിമിനോ എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് പറയാം, അവൻ കുറ്റവാളിയല്ലേ, അവനെ പിടിച്ച് അകത്തിട്ടാൽ പോരെ എന്ന് പറയാം. മറ്റേ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആശാവർക്കർമാർക്ക് അത്രയേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ജയിലിൽ അവരുടെ കൂലി കുറയ്ക്കണമെന്നല്ല നിങ്ങൾ പറയേണ്ടത്. ജയിലിൽ അവർക്ക് കൊടുക്കുന്ന എത്രയാണോ അത്രയും ആശാവർക്കർമാരുടെ കൂലി വർദ്ധിപ്പിക്കണം. അപ്പോൾ ആശാവർക്കർമാർ കഴിഞ്ഞ് 7 തവണയായിട്ട് സംസ്ഥാന ഗവൺമെൻറ് 7 തവണയായിട്ട് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കേരളത്തിൽ ആശാവർക്കർമാർക്കാണ്. അത്രയും ശമ്പളം കേന്ദ്ര ഗവൺമെൻറ് കൂട്ടി കൊടുക്കണം. അപ്പോൾ 7 തവണ സംസ്ഥാനം കൂട്ടിയപ്പോഴും കേന്ദ്രം കൂട്ടിയിട്ടില്ല. സംസ്ഥാനം 7 തവണ കൂട്ടിയപ്പോൾ എത്ര കൂട്ടിയോ അത്രയും കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താൽ ഈ ജയിൽ തടവുകാരുടെ അത്രയും കൂലി ആശാവർക്കർമാർക്ക് കിട്ടും. അതാണ് ആശാവർക്കർമാർ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ആശാവർക്കർമാരുടെ ശമ്പളം ജയിലിൽ കൊടുക്കുന്നുണ്ട് അത്രയും ആക്കണമെന്നാണ് വാദിക്കേണ്ടത്. അല്ലാതെ ജയിലിൽ ഇത്രയും കൊടുത്തുകൊണ്ട് ആശാവർക്കർമാരുടെ നോട്ട് കുറയ്ക്കണമെന്നല്ല വാദിക്കേണ്ടത്.